വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ കർണാടക മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ പ്രതി പിടിയിലായി. കോൺഗ്രസ് നേതാവായിരുന്ന അനീഷ് മാമ്പിള്ളിയാണ് കസ്റ്റഡിയിലായത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കോൺഗ്രസിനെ പിടിച്ചുലച്ച സംഭവ പരമ്പരകളുടെ ഒടുക്കമാണ് ഈ നേതാവ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്, കസ്റ്റഡിയിലാകുന്നത്. ഇദ്ദേഹം ഒളിവിലായിരുന്നു. എവിടെ നിന്നാണ് പിടിയിലായത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായ ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അനീഷ് മാമ്പിള്ളി പിടിയിലായിരിക്കുന്നു. പിടിയിലായത് കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തു നിന്നുമാണ് പിടികൂടിയത്. ബാംഗ്ലൂരുവിൽ ഇയാൾ ഒളിവിൽ കഴിയുകയാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം, ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വന്നിരുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെത്തി. ഇതേ തുടർന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുശാൽ നഗറിൽ നിന്ന് വ്യക്തമായത്. തുടർന്ന് കുശാൽ നഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളെ ബത്തേരിയിൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിന്റെ മീനങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ഇതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദമായതാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇദ്ദേഹം, അതായത് വാർഡ് പ്രസിഡന്റായ പെരിക്കല്ലൂരിലെ വാർഡ് പ്രസിഡന്റായ മുള്ളൻകൊല്ലി വാർഡ് പ്രസിഡന്റായ തങ്കച്ചൻ ജയിൽ മോചിതനാകുന്നത്. ഇതിനുശേഷം ഇത്ര ദിവസമായിട്ടും ആ കേസിന്റെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ കാർപോർച്ചിൽ മദ്യവും, അതായത് കർണാടകയിൽ നിന്നുള്ള പാക്കറ്റ് മദ്യവും ഒപ്പം തന്നെ തോട്ടകളും കൊണ്ടുവച്ച കേസാണിത്. ആ കേസിൽ ഇദ്ദേഹത്തെ പെടുത്തി 17 ദിവസമാണ് തങ്കച്ചന് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല. അതായത് ഈ നേരത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന ND അപ്പച്ചനെ തടഞ്ഞത് മുതൽ തുടങ്ങിയ സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നതാണ്. ഇതിന് ഗൂഢാലോചന ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. തുടർന്ന് പ്രസാദ് എന്ന ആളെ അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്നാണ് തങ്കച്ചൻ ജയിൽ മോചിതനായത്. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ഇത് അനീഷ് മാമ്പിള്ളി ഇവിടെ നിർദ്ദേശാനുസരണമാണ് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വന്നത്. ഇതേ തുടർന്നാണ് 1-ാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അനീഷ് മാമ്പിള്ളിക്കായി പിന്നീട് അന്വേഷണം നടത്തി വരികയായിരുന്നു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം തങ്കച്ചന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. 24-ലൂടെ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല, സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും പോലും തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതിനുശേഷമാണ് DCC പ്രസിഡന്റ് ഐസക് അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തുകയും പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ഈ അനീഷ് മാമ്പിള്ളിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നീക്കം ഉണ്ടായത്. എന്തായാലും ഏറ്റവും ഒടുവിൽ പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ അനീഷ് മാമ്പിള്ളി കസ്റ്റഡിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വിവരം. വിജയകുമാർ. വയനാട്ടിൽ എത്തിച്ച് വളരെ വിശദമായി ചോദ്യം ചെയ്യും. അതിന്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് കിട്ടും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.